ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് പുലർച്ചെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് വരും. ആദ്യം തന്നെ ഞാൻ ഒറോട്ടിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടുന്നതും കുഴക്കുന്നതും ശരിയായി നമ്മൾ ഒറോട്ടി നല്ല ഒറോട്ടിയാവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒറോട്ടി പണി തരുകയും ചെയ്യും. കാരണം പുലർച്ചെ വരെ കഴിക്കുന്നതിലേക്കൊക്കെ ഇടയത്താഴത്തിനും ഒറോട്ടി തന്നെയാണ്. ഇവിടെ പിള്ളേർക്കൊന്നും അത് വലിയ താല്പര്യമല്ല. അവർക്ക് കപ്പാണെങ്കിൽ ഇഷ്ടമാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു. അവിടെ എനിക്ക് വയ്ക്കാൻ കൊടുത്തു, പിള്ളേർക്ക് എടുത്തില്ല. പിള്ളേർക്ക് എടുക്കാമെന്ന് പോകണം. അപ്പോൾ നേരത്തെ അടുക്കള കയറി ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയാൽ അവരെ കൊണ്ടുപോയി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. ഒക്കെ എക്സാമിന് പോയപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് വരും എല്ലാവരും. ഇതൊക്കെ ഒന്ന് പരത്തിയെടുത്ത് നമുക്ക് ഓരോന്നോന്ന് ചുട്ടെടുക്കാം. എനിക്ക് ഈ ഒറോട്ടി പരത്തുമ്പോൾ ഒത്തിരി പൊടി വേണം, അല്ലെങ്കിൽ എനിക്ക് ഒറോട്ടി അങ്ങ് തിരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്ത് നമുക്ക് കറിക്കാൻ ഉള്ളി ആദ്യം തന്നെ വാട്ടി വെച്ചാൽ, പിന്നെ എനിക്ക് തോന്നിയ നിസ്കാരം കഴിഞ്ഞിട്ട് കറി വെച്ചാൽ മതി. പിന്നെ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കറി വെക്കാൻ. ആദ്യം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചുണ്ടെന്നെ, അപ്പോൾ അതും കൂടെ ഇട്ടുകൊടുത്ത്, പിന്നെ മസാലപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇനി അതിനകത്തേക്ക് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കുറച്ച് വെള്ളവും ചേർത്ത് 2 വിസിലടിക്കുന്നത് വരെ അവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇടയത്താഴത്തിനില്ല ചിരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്ത് ഞാൻ താളിക്കാമെന്ന് വിചാരിച്ച്. ഇത് നമ്മുടെ മലപ്പുറക്കാരെ സ്പെഷ്യൽ കറിയാണ് ചിരങ്ങ താളിപ്പ്, മുരിങ്ങ താളിപ്പ്. ഇതൊക്കെ അവർക്ക് നോയമ്പിന് സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ താളിക്കാമെന്ന് വിചാരിച്ച് എല്ലാം ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് കടയിലൊക്കെ പോയി വരാമല്ലോ. അപ്പം ഞാൻ അരിയും കൂടെ അങ്ങോട്ട് ഇടട്ടെ. കുറച്ച് ചോറ് വേണം. ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടെ, കറണ്ട് അങ്ങനെ പോകുന്നു, വന്നും പോയി നിൽക്കുന്നു. അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കടയിലൊന്ന് പോയിട്ട് വരാം. ഞാൻ അവിടേക്ക് കടയിലൊക്കെ പോയി വന്ന് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് അതിന് ശേഷം അപ്പോൾ ഞാൻ ചോറ് ഊറ്റുന്നത്. ഞാൻ അത് ഊറ്റുന്നത് ഇതിൻ്റെ വാച്ചറം കഴിച്ച് വെച്ചിട്ടേ അങ്ങ് ഊറ്റുകയാണെങ്കിൽ നമ്മളെ ചോറ് നല്ല വൃത്തിയാവും. ഒട്ടലും ഇതൊന്നും ഉണ്ടാകത്തില്ല. കുക്കറിൽ വെച്ചതാന്ന് പോലും അറിയാൻ പറ്റത്തില്ല. നല്ല ചോറായിക്കോട്ടെ. അതിന് ഉപ്പേരിക്ക് കോവയ്ക്കുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ആയിരുന്നു ഉപ്പേരിയും കൂടി വെച്ച് വെച്ചാൽ നമ്മൾ ചിരങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ചൂടാക്കി താളിച്ചെടുക്കണം. അതിനകത്തേക്ക് ഞാൻ കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുള്ള കഞ്ഞിവെള്ളം. ഇതൊന്ന് താളിച്ചെടുക്കാം. സമയം 4:45. ഇനി ചോറും തിന്ന് നിസ്കാരം കഴിഞ്ഞങ്ങ് സ്കൂളില്ലാത്തതുകൊണ്ട് വേഗം കയറി കിടക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന്. അപ്പം അത്രയ്ക്കുള്ള നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, സ്കിപ്പ് ചെയ്യാതെ കൂടെ കാണുക.